وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സഹായം അത് ലഭിക്കുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട്, വളരെ സിമ്പിളായിക്കൊണ്ട്, എന്നാൽ വളരെ ഘനഗാംഭീര്യത്തോടുകൂടെ അതിനുള്ള ഉത്തരം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങളുടെ കാൽപാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും. പരിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായം സൂറ മുഹമ്മദിലെ 7-ാമത്തെ വചനമാണ്. ഈ വചനം പഠിപ്പിക്കുന്നത് എന്താ? നിങ്ങൾക്ക് റബ്ബിൻ്റെ സഹായം വേണോ, അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണോ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം. ഈ ആയത്ത് എന്താ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ? ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ഓരോ ദിവസത്തിലും പാലിക്കേണ്ടതായ അനവധി കാര്യങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അധ്യാപനങ്ങളിലും വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹിനെ സഹായിക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മൾ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ആ എഴുന്നേൽക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന് സ്തുതി പറയുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. വലിയ വിശാലമായ അർത്ഥമുള്ള ആ ഒരു പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് അപ്പോഴൊക്കെ പാലിക്കേണ്ടതായ മര്യാദകളുണ്ട്. നമസ്കാരം നിർവഹിച്ച് അങ്ങനെ ഒരു ദിവസത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? റബ്ബുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അത് നമസ്കാരമാവട്ടെ, മറ്റുള്ള നോമ്പിൻ്റെ കാലമാണെങ്കിൽ നോമ്പ്, അല്ലെങ്കിൽ ഹജ്ജ്, സക്കാത്ത്, അങ്ങനെയുള്ള നിർബന്ധമായ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇത്തരം ആരാധനകൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക, അത് മതം നിർബന്ധമായി കൽപ്പിച്ച കാര്യമാണ്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഇണ, നമ്മുടെ മക്കൾ, അതുപോലെ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ, ബന്ധുക്കൾ, അവരോടൊക്കെയുള്ള കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, അതൊക്കെ നമ്മൾ നിർവഹിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക.
പലപ്പോഴും ആളുകൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ, കച്ചവടത്തിലെ നഷ്ടങ്ങൾ, അതുപോലെ ജോലി നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് പലരും അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ നിരന്തരമായി അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന കടമകൾ, കടപ്പാടുകൾ അവൻ നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് മാത്രമല്ല, തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ ഇണ, തൻ്റെ മക്കൾ, തൻ്റെ രക്തബന്ധുക്കൾ, അയൽവാസികൾ, അങ്ങനെയുള്ള ആളുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരാൾ കടം വാങ്ങി, ആ കടം എന്ന് പറയുന്നത് രേഖപ്പെടുത്തണം. അത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. രേഖപ്പെടുത്തണം. ഇന്ന വ്യക്തി ഇന്നയാൾക്ക് ഇത്ര കൊടുക്കാനുണ്ട് എന്ന് രേഖപ്പെടുത്തണം. അത് ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളെ കാണിക്കണം എന്ന് മാത്രമല്ല, അത് സാധിക്കുന്ന എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനുള്ള നിയ്യത്തുണ്ടാവണം. ഇതൊക്കെ എന്താ? അള്ളാഹിനെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ അതിന് അകത്തുൾപ്പെടും. വസീയത്ത് രേഖപ്പെടുത്താതെ 2 നാളുകൾ കടന്നു പോകുന്നത് ഭയാനകമാണ് എന്ന് പരിശുദ്ധ ഹദീസിൻ്റെ വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ ദീന് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഇപ്പോൾ ഈ അമാനത്ത് എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും പ്രയോഗിക്കാറുണ്ടല്ലോ. അമാനത്ത് എന്താണ്? ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഈ അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അയൽ വീട്ടിൽ നിന്ന് ഒരു പിക്കാസോ കൈക്കോട്ടോ അങ്ങനെയുള്ളൊരു വസ്തു വാങ്ങി അത് കേടുവരുത്താതെ തിരിച്ചു കൊടുക്കുക എന്നൊക്കെയാണെന്നാണ്. അത് മാത്രമല്ല, അമാനത്തെന്ന് പറയുന്നത് വലിയ അർത്ഥകൽപ്പനകളുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഇന്നാ അറദൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ. അതായത് നിശ്ചയം ഈ അമാനത്തെന്ന് പറയുന്നത് ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും ഒക്കെ അവരോട് ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ഫഅബൈന അൻ യഹ്മിൽനഹ, അവരത് നിരസിച്ചു എന്നുള്ളതാണ്. വഅഷ്ഫഖ്ന മിൻഹ, അവർ ഭയപ്പെട്ടു എന്നുള്ളതാണ്. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതെന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഇന്നഹു കാന ദലൂമൻ ജഹൂല, അവൻ അക്രമിയും വിഡ്ഢിയുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അമാനത്ത് എന്ന് ഇവിടെ പറയുന്ന കാര്യമുണ്ടല്ലോ, നമ്മളൊക്കെ ഓരോ അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ്. പലരും ധരിച്ചിട്ടുള്ളത് അത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഇവരൊക്കെയാണ് അമാനത്ത് ഏറ്റെടുത്തവർ എന്നുള്ളതാണ്. അങ്ങനെയല്ല. അമാനത്തെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ 5 നേരത്തെ നമസ്കാരം അതൊരു അമാനത്താണ്. അമാനത്തെന്ന് പറയുന്ന വാക്കിനർത്ഥം വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യമേ നമ്മൾ പറയാറുണ്ട്. വിശ്വസ്ത ദൗത്യം എന്നുള്ളതാണ്. വിശ്വസ്ത ദൗത്യം. അപ്പോൾ നമ്മൾ റബ്ബിന് 5 നേരത്തെ കൃത്യമായിട്ടുള്ള നമസ്കാരം, അത് കൃത്യമായിട്ടുള്ള നിർവഹണത്തിൽ ഭംഗം വരുത്തിയാൽ, വീഴ്ച വരുത്തിയാൽ അവൻ അമാനത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. അവൻ്റെ ഉത്തരവാദിത്തത്തിൽ, അമാനത്തെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ്, അതിൽ അവന് വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രസിഡന്റിനെ കുറിച്ചും സെക്രട്ടറിയെക്കുറിച്ചും പറഞ്ഞല്ലോ. അവർ മാത്രമല്ല, ഇപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിൽ മുതിർന്ന ആൾ ആ കുടുംബത്തിലൊരു അംഗത്തിനൊരു കാര്യം ഏൽപ്പിക്കാൻ, ആ കുടുംബത്തിൻ്റെ നന്മക്ക്, അതൊരു അമാനത്താണ്. അതവന് കൃത്യമായി നിർവഹിക്കണം. അതുപോലെ തന്നെ ഓരോ അംഗങ്ങളും, ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും, എല്ലാ സത്യവിശ്വാസികളും അമാനത്തുകൾ ഏറ്റെടുത്തവരാണ്. അത് കൃത്യമായി അവർ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം അമാനത്ത് ചോദ്യം ചെയ്യപ്പെടും. അത് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഒരു ക്ലാസ് നടത്താൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആൾ അത് നടത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ
അത് ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അമാനത്ത് എന്ന് പറയുന്ന ആ വിശ്വസ്ത ദൗത്യം അത് നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്നൊരു സഹായമാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടതായ കാര്യം നിർവഹിച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കുമെന്നാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ കുടുംബത്തിനകത്ത്, നമ്മുടെ കുടുംബം എന്നല്ല, മൊത്തത്തിൽ മുസ്ലിം സഹോദരങ്ങളുടെ വസ്ത്രധാരണയെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. എങ്കിൽ പോലും അതിശക്തമായ ഭാഷയിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്, യാ അയ്യുഹൻ നബിയ്യ കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. പറയുക പ്രവാചകരെ, അങ്ങയുടെ പത്നിമാരോട്, പുത്രിമാരോട്, വിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകളോട് അവരെന്ത് ചെയ്യണം? അവരുടെ ശിരോവസ്ത്രം, അവരുടെ കുപ്പായ മാറുകളിലൂടെ താഴ്ത്തിയിടട്ടെ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതായത് അവൾ ധരിക്കുന്ന ശിരോവസ്ത്രം, ആ വസ്ത്രത്തിൻ്റെ ഭാഗം അത് മാറിലൂടെ താഴ്ത്തിയിടണം. അതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറച്ചുകൊണ്ടായിരിക്കണം അവൾ അന്യരായ ആളുകളുള്ള സ്ഥലത്തേക്ക് വരേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ജിൽബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദർഭികമായി ഞാൻ പറയാൻ, ഇപ്പോൾ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സഹായമാണ്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെങ്കിൽ ഒരു മുസ്ലിം, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവളുടെയൊക്കെ വസ്ത്രധാരണ രംഗത്ത് പോലും ആ നിയമങ്ങൾ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജിൽബാബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും അവളുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ അന്തസ്സോടുകൂടെ മറക്കുന്ന വസ്ത്രം എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു കൃത്യമായ വ്യക്തതയ്ക്ക് വേണ്ടി അതിൻ്റെ നിർവചനം, അല്ലെങ്കിൽ ലോകത്ത് അംഗീകരിക്കപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള ഭാഗം, ഇതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. ഇപ്പോൾ തഫ്സീറുൽ ജലാലൈനി എന്ന് പറയുന്ന തഫ്സീറിൽ പറയാൻ, അതായത് ശിരസ്, അനാക്ക് എന്ന് പറഞ്ഞാൽ കഴുത്ത്, പിരടിയുടെ ഭാഗം, വസ്ദൂർ മാർവിടം, നെഞ്ച്, ഈ ഭാഗം, ഇതൊക്കെ മറക്കുന്ന വസ്ത്രം അതായിരിക്കണം. അതാണെന്ത് ഈ ജിൽബാബ് എന്ന് പറഞ്ഞാൽ. വഫീ തഫ്സീർ തുബരി, ലോക മുസ്ലിങ്ങളുടെ മുഫസ്സിറുകളുടെ തഫ്സീറുകളുടെ കൂട്ടത്തിൽ പ്രഥമ തഫ്സീർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടുള്ള ഇമാം അബൂ ജഅഫർ തുബരിയുടെ ആ തഫ്സീറിൽ പറയുന്നത്, അതിലും പറയുന്നത് എന്താ? അലാ ജുയൂബിഹിന്ന ലിയസ്തുർന ബിദാലിക ശുഊറഹുന്ന, അവരുടെ മുടി അത് മറയണം. വഅനാകഹുന്ന, അവരുടെ പിരടി മറയണം. വഖുർതഹുന്ന, അവരുടെ കാതിലെ ആഭരണങ്ങൾ അത് മറയണം. അങ്ങനെ വയുൽഖീന, അത് താഴ്ത്തിയിടണം. എവിടെ? ഈ മാറിലൂടെ താഴ്ത്തിയിടണം. അപ്പോൾ മാറുവിടം കൃത്യമായി മറയുന്ന വസ്ത്രമായിരിക്കണം അവൾ ധരിക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പല ആളുകൾക്കും എത്ര പറഞ്ഞാലും സംശയമുണ്ട്, എന്നാലും മുഖം മൂടണ്ടേ, കൈ മറക്കണ്ടേ എന്ന്. ഈ ആയത്തുകളുടെയൊക്കെ വെളിച്ചത്തിൽ എന്ന് മാത്രമല്ല, സൂറത്തുൻ നൂറിലെ വലാ യുബ്ദീന സീനത്തഹുന്ന എന്ന് പറയുന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ താബിഈങ്ങൾ, അതുപോലെ തന്നെ മുൻകാല പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സഈദ് ബിൻ ജുബൈറിനെ പോലെ, ഇമാം ലഹാഖിനെ പോലെ, ഔസാഇയെ പോലെ, ഹസൻ റളിയല്ലാഹുവിനെ പോലെ, അതുപോലെ സ്വഹാബി, താബിഈങ്ങൾ മാത്രമല്ല, താബിഈങ്ങളുടെ മുകളിലാണല്ലോ സ്വഹാബി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? പിന്നെ അൽ വജ്ഹു വസിയാബ് വൽ കഹ്ൽ വൽ ഖാതം വൽ ഖിലാബ്, അതായത് ഇതൊക്കെ പിന്നെ പ്രകടമാക്കാവുന്ന ബാക്കിയുള്ള ഭാഗങ്ങൾ, അൽ വജ്ഹു വൽ കഫാൻ, മുഖവും കൈപ്പടങ്ങളും, അത് ഒഴികെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം? മറക്കണം എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ? സ്ത്രീകളുടെയൊക്കെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്നു, മുസ്ലിമാണ്, മുഅ്മിനാണ് എന്നൊക്കെ കരുതപ്പെടുന്ന പല ആളുകളുടെയും വേഷങ്ങൾ എന്താണ് പ്രിയമുള്ളവരെ?
പലപ്പോഴും പിന്നെ ഈ വൈകാരികമായ ഉത്തേജനങ്ങൾ നൽകുന്ന രൂപത്തിലുള്ള മോശപ്പെട്ട വഷളൻ വസ്ത്രധാരണങ്ങളല്ലേ ഉള്ളത്? മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സുൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടരെ നരകത്തിലാണ്. ആ രണ്ട് കൂട്ടരെ ലം അറഹുമാ, ഞാൻ കണ്ടിട്ടില്ല. അതിലൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ പറഞ്ഞു, ഒന്ന്, അതിലൊരു ഭാഗം യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ മർദ്ദനങ്ങൾ നടത്തുന്ന, പീഡനങ്ങൾ നടത്തുന്ന വിഭാഗം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വസ്ത്രധാരണ. അതിൽ രണ്ടാമതായിട്ട് പറയുന്നത് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ എന്നിങ്ങനെ പ്രവാചകൻ അവരെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗവത നരകത്തിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് ഒരു തരം സ്ത്രീകളാണ്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നഗ്നരാണ്. ഇതൊക്കെ നമ്മൾ വിലയിരുത്തണം. വസ്ത്രം ധരിച്ചിട്ട് നഗ്നരാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ആ രൂപത്തിലാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ രോഗഗ്രസ്തരായിക്കൊണ്ട്, അതുപോലെ സാമ്പത്തികമായി തകർന്ന്, അതുപോലെ വിവിധ രൂപത്തിൽ ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ ഓർക്കുക പ്രിയമുള്ളവരെ, നമ്മൾ ഇത്തരം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? അതിൽ എത്രമാത്രം ഒരു ശുഷ്കാന്തി നമുക്കുണ്ട്? അതിലൊക്കെ എത്രമാത്രം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പാക്കാനുള്ള താല്പര്യം നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഇനിയിപ്പോൾ സ്ത്രീകളുടെ ഈ വസ്ത്രധാരണം മാത്രമല്ല, പുരുഷന്മാരും അവരെന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ മുമ്പ് സവിസ്തരം പറഞ്ഞതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാരുടെ വസ്ത്രധാരണയെക്കുറിച്ച് പറയുന്നില്ല എന്ന് ചില സഹോദരിമാർക്ക് തോന്നിയേക്കാം. തീർച്ചയായും പുരുഷന്മാരും എന്ത് ചെയ്യണം? ഇസ്ലാമികമായിട്ട് അവരോട് നൽകപ്പെട്ടിട്ടുള്ള കൽപ്പന എന്ന് പറയുന്നത് നെരിയാണിക്ക് താഴെ അഹങ്കാരപൂർവ്വം വസ്ത്രം ധരിക്കുകയും അത് നിലത്തിട്ടിഴക്കുകയും ചെയ്യുന്നത് കഠിനമായ ശിക്ഷക്ക്, ഒരു ഹദീസിൽ പറയുന്നത് വലഹും അദാബും മുഹീൻ വലഹും അദാബുൻ അലീം, വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ടാകും എന്നാണ്. അള്ളാഹു മൂന്ന് കൂട്ടരോട് സംസാരിക്കുകയില്ല. അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. അവരെ സംസ്കരിക്കുകയില്ല, ശുദ്ധീകരിക്കുകയില്ല എന്ന് പറഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അതാണ് വലാ യുസക്കീഹിം എന്ന് പറഞ്ഞാൽ വലാ യുതഹിറുഹും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നെരിയാണിയുടെ താഴെ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്, പ്രത്യേകിച്ച് ഒരല്പം അഹങ്കാരമൊക്കെ ഉണ്ടായെങ്കിൽ മഹാ അപകടമാണ്. അവർക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. ഇനിയോ അഹങ്കാരമില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇസ്ലാമിക മര്യാദ, ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നെരിയാണിക്ക് ചുവടെ ഒരു പുരുഷന്റെ വസ്ത്രം ആവാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമുക്കുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ സഹായം കിട്ടാൻ. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് എങ്ങനെ കിട്ടും? പരിശുദ്ധ ഖുർആൻ യഥേഷ്ടം അത് പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി നമ്മളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുക. നോക്കൂ, ഓരോ മുസ്ലിമും പ്രബോധകരാണല്ലോ. പ്രബോധകന് ദാഇ എന്നാണ് പറയുക. ഓരോ മുസ്ലിമും ദാഇമാരാണ്. അതൊക്കെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ ഖുൽ ഇന്നമാ അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി എന്ന് പറയുന്ന ആയത്ത് കൊണ്ട് വ്യക്തമാണ്. നബിയെ പിൻപറ്റുന്ന ഓരോ ആളുകളും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ഓരോ വ്യക്തികളും പ്രബോധകന്മാരാണ്. ആണും പെണ്ണുമായിട്ടുള്ള മുസ്ലിങ്ങൾ അവർ പ്രബോധകന്മാരാണ്, ദാഇമാരാണ്. എങ്ങനെയാണ് നമ്മൾ പ്രബോധനം ചെയ്യുക? നമ്മുടെ ദഅവത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ വെളിച്ചവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് പുസ്തകങ്ങൾ വന്നല്ലോ. അപ്പോൾ ആ പുസ്തകം വിതരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളൊരു സുഹൃത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്, നിങ്ങൾ നോക്കൂ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ സഹജോലിക്കാരായിട്ടുള്ള ആളുകൾ,
അവരോട് പറഞ്ഞ് അവർക്ക് ഒരു 4 കോപ്പി വെളിച്ചത്തിൻ്റെ ബുക്ക് അദ്ദേഹം അത് അങ്ങോട്ട് കൊടുക്കാനാണ്, അത് വേറെ എവിടേക്കും കൊടുക്കുകയില്ല എന്ന് അല്പം ശാഠ്യത്തോടു കൂടി സംസാരിക്കുന്നു. ഇവിടെ നടന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ്. അദ്ദേഹം ആവർത്തിച്ചത് അത് പറയുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ചു, അതാണ് ദഅവാ രംഗം എന്ന് പറയുമ്പോൾ എല്ലാവരും സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി അങ്ങനെ പ്രസംഗിക്കുക എന്നുള്ളതല്ല. എന്താണ് എനിക്ക് സാധിക്കുക എന്ന് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നീ അതല്ലെങ്കിൽ മറ്റു വല്ലതുമാകട്ടെ, അതൊക്കെ നമ്മുടെ ആളുകൾക്ക് കൊടുക്കാനും അവരെ പ്രേരിപ്പിക്കുവാനും ഒരു ലഘുലേഖയാണെങ്കിലും അത് കൊടുക്കാൻ, അതിലേക്ക് അവർ ക്ഷണിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ QLS നടത്തുന്നുണ്ടല്ലോ, ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്ന് പറയും. നമുക്ക് നമ്മുടെ ഈ സെൻറ്ററിൻ്റെ കീഴിൽ 3 ഖുർആൻ ലേണിംഗ് സ്കൂളുകളാണ് ഉള്ളത്. അപ്പോൾ അതിലൊക്കെ പലരും കുടുംബമായി വന്നിട്ടുള്ള ആളുകൾ ഇപ്പോൾ കുടുംബമായിട്ട് വരാൻ മടി കാണിച്ച് കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കുടുംബമായിട്ട് വന്നിരുന്ന ആളുകൾ ഇപ്പോൾ ഒറ്റക്കാണ് വരുന്നത്. അപ്പോൾ എന്താണ് അതിന് കാരണം? അതവർ ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തം ഭാര്യയെയും മക്കളെയും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ദഅവത്തിൻ്റെ ഭാഗമാണ്. ആ ദഅവത്ത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം ഭാര്യയെ ഒന്ന് വിളിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് അതിനുള്ള ഒരു കഴിവില്ല എങ്കിൽ അതിന് അല്ലാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ QLSലേക്ക് അവരെ കൊണ്ടുവരിക എന്ന് മാത്രമല്ല, പല ക്ലാസ്സുകളിൽ 40ഓളം ആളുകളുണ്ടായിരുന്നു. അതൊക്കെ ശുഷ്കിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമാനത്ത് ഏറ്റെടുത്തവരാണ്, അത് നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അനുഭവം നമ്മുടെ ഈ 3 ക്ലാസ്സുകളിലുള്ള ഒരു ക്ലാസ്സിൽ നടന്ന സംഭവമാണ്. ഒരാളെ ഒരു ക്ലാസ്സിൽ കണ്ടു. അപ്പം അദ്ദേഹത്തോട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം കേരളത്തിലെ ആലപ്പുഴയിലെ കായംകുളത്തുള്ള ആളാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ, സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ അദ്ദേഹത്തെ ക്ലാസ്സിന് വിളിച്ചു കൊണ്ടുവന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ക്ലാസ്സിന് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് മതപരമായിട്ടുള്ള എത്രമാത്രം അവർക്ക് അറിവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഒരാളെ ഇവിടെ റിയാദിൽ ജോലി ചെയ്യുന്ന കമ്പനിയിലെ തൊഴിലാളിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ ക്ലാസ്സിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ, സഹോദരങ്ങൾ, അതൊക്കെ ഒരു മാതൃകയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദഅവാ രംഗം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലല്ലോ എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതിയല്ല, ഈ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൂടെ ജോലി ചെയ്യുന്നവരെയൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് വിളിച്ചു കൊണ്ടുവരിക, അവരതിന് പ്രേരിപ്പിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന്. നമ്മൾ ഇവിടെയുള്ള ഓരോ ആളുകളും എവിടെയാണ് നമ്മുടെ QLS ക്ലാസ്സുകൾ നടക്കുന്നത്, എത്ര ആളുകൾ പങ്കെടുക്കുന്നു, ആ ക്ലാസ്സുകൾ നടക്കുന്ന അതിൻ്റെ പരിസര പ്രദേശത്തുള്ള ആളുകൾ അങ്ങോട്ട് എത്തിപ്പെടുന്നുണ്ടോ, ആരൊക്കെ എത്തിപ്പെടുന്നില്ല, സാധ്യതയുണ്ടായിട്ടും ആ സമയത്ത് ജോലിയൊന്നുമില്ല, വീട്ടിലിരിക്കാൻ നമുക്കറിയാലോ. അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? സുബഹിക്ക് 3 മണിക്കാണെങ്കിലും 3:34 സുബഹിൻ്റെ ബാങ്ക്, പക്ഷെ 3 മണിക്കാണ് മറ്റേ കപ്പ് എങ്കിലും ആ സമയത്ത് അത് കാണാൻ നമ്മൾ സന്നദ്ധരാണ്. പക്ഷേ ക്ലാസ്സിനോ പള്ളിയിലേക്കൊക്കെ വരാൻ വൈമനസ്യവും. പ്രിയമുള്ളവരെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ക്ലാസ് അതിൻ്റെ അവസ്ഥ എന്താണ്? ഒരു ഹദീസ് കോഴ്സ് നടത്തുന്നുണ്ട്, അത് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറ്റം പറയല്ല, ഇതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. നമ്മുടെ മദ്രസ അൽഹംദുലില്ലാ വാർഷിക പരീക്ഷ കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതിൻ്റെയും ഒരു അനുഭവം ഈ പ്രാവശ്യം നിങ്ങൾ നോക്കൂ. നമ്മുടെ മദ്രസയിൽ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു രക്ഷിതാവിൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നു.
ആ രക്ഷിതാവ് നിങ്ങൾ നോക്കൂ, അവരൊക്കെ ഈ ചെറുപ്പത്തിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഖുതുബ പരിഭാഷ കേട്ടും അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചും അങ്ങനെ ധാരാളം മതപ്രഭാഷണങ്ങൾ കേട്ടും വളർന്ന ആളുകളൊന്നുമല്ല. അവർ ഗൾഫിലേക്ക് വന്നു, ഇവിടെ ജോലി ചെയ്യുന്നു, അങ്ങനെ കുറേയൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിക കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ കുട്ടിയെ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ പഠന മികവിലും അതുപോലെ അച്ചടക്കത്തിലുമൊക്കെ ഒരു മതിപ്പുണ്ടായത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമീപത്ത് കഴിയുന്ന ഒരു വ്യക്തിയുടെ കുട്ടിയെ കൂടെ ഇവിടെ ചേർക്കാൻ അദ്ദേഹം പ്രേരിപ്പിക്കുകയും അങ്ങനെ ചേർക്കുകയും ആ കുട്ടി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ എത്രയോ സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ. ഇതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞല്ലോ, യാ ഗുലാം യഹ്ഫളില്ലാഹ്, ഏ കുഞ്ഞുമകനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഏ കുട്ടി നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, യഹ്ഫളുക്, എങ്കിൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇങ്ങനെയുള്ള നന്മകളൊന്നും ചെയ്യാൻ തയ്യാറല്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകുക? നബി പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? യഹ്ഫളില്ലാ തജിദുഹു തുജാഹക്, നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെയ്യേണ്ടത് ചെയ്താൽ നിനക്ക് അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ മാറണം പ്രിയമുള്ളവരെ. എല്ലാ അർത്ഥത്തിലും ദാനധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ശമ്പളത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. എങ്കിൽ പോലും അതൊന്ന് നല്ല മനസ്സോടുകൂടെ ഒരു 10 20 റിയാൽ എടുത്തിട്ടൊരു നന്മക്ക് കൊടുക്കാൻ നല്ല മനസ്സോടുകൂടെ നമ്മൾ തയ്യാറാവുകയാണ് എങ്കിൽ അതെത്ര വലിയ നന്മയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനൊരു ചരിത്രം നിങ്ങളെ കേൾപ്പിക്കാൻ. അതായത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 245-ാമത്തെ വചനം, മന്ദല്ലദീ യുക്രിലുല്ലാഹ ഖർളൻ ഹസന, ആരുണ്ട് അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ? ആര് തയ്യാറുണ്ട് അള്ളാഹുവിന് ഉത്തമമായ കടം നൽകാൻ? അങ്ങനെ കടം നൽകിയാൽ എങ്ങനെ കടം നൽകണം? വെറുപ്പോടുകൂടിയല്ല. ഖർളൻ ഹസന, ഹസനായ നന്മ നിറഞ്ഞ മനസ്സറിഞ്ഞുകൊണ്ട് തൃപ്തിയോടുകൂടെ ആയിരിക്കണം ഈ 10 20 50 റിയാൽ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താൽ ഫയുളാഇഫഹു ലഹു അൽആഫൻ കസീറ, ഇരട്ടി, ധാരാളം ഇരട്ടിയായി അല്ലാഹു നിനക്ക് നൽകുന്ന. ഇത് നമ്മൾ പലപ്പോഴും മടി കാണിക്കുക. നമ്മൾ മറ്റുള്ള പല കാര്യങ്ങൾക്കും പണം ചെലവഴിക്കുന്നു. ഒരു ഹോട്ടലിൽ പോയാൽ ഭക്ഷണത്തിന് എത്ര പൈസ കൊടുക്കണം, ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവിടെ എത്ര പൈസ കൊടുക്കണം. പക്ഷേ അവിടെയൊന്നും നമ്മൾ പിശുക്ക് കാണിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ആരെയും കുറ്റപ്പെടുത്തല്ല, മൊത്തത്തിലുള്ള അവസ്ഥ. അപ്പോൾ ഈ ആയത്ത് സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിവിധ തലങ്ങളും മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയപ്പോൾ ഈ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പ്രസിദ്ധനായ സ്വഹാബി വര്യനായിട്ടുള്ള അബൂദ്ദഹ്ദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ലമ്മാ നസലത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാല അബൂദ്ദഹ്ദാ അൽ-അൻസാരി, അബൂദ്ദഹ്ദാ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് വ ഇന്നല്ലാഹ ലയുരീദു മിന്നൽ ഖർദ്, അല്ലാഹുവിൻ്റെ ദൂതരെ, നമ്മിൽ നിന്ന് അല്ലാഹു കടം ആഗ്രഹിക്കുന്നുണ്ടോ? ഖാല നഅം യാ അബൂദ്ദഹ്ദാ, അതെ അബൂദ്ദഹ്ദായ, അല്ലാഹു നമ്മിൽ നിന്ന് കടം ആഗ്രഹിക്കുന്നു. അല്ലാഹു സമ്പന്നനാണ്, അല്ലാഹു അൽ ഗനിയ്യ്, ധന്യനാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു നമ്മിൽ നിന്ന് കടം ആഗ്രഹിക്കുക? അതൊരു പ്രത്യേക പ്രയോഗമാണ്. അല്ലാഹ്ക്ക് നമ്മുടെ പണമൊന്നും ആവശ്യമല്ല, അത് നമുക്ക് തന്നെ ഗുണകരമായിട്ട് ഉള്ളൊരു പ്രത്യേക പ്രയോഗമാണ്. അപ്പോൾ ഈ സ്വഹാബി വന്ന് നബിയോട് ചോദിക്കുന്നു. നബി പറയുന്നു, അതെ അള്ളാഹുവിന് നമ്മിൽ നിന്ന് കടം ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഖാല അരിനി യദക യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ ദൂതരെ നിങ്ങൾ ഞങ്ങളെ കൈ ഒന്ന് കാണിക്കൂ. ഖാല ഫനാബലഹു യദഹു, അങ്ങനെ റസൂലുള്ള കൈ കാണിച്ചു കൊടുത്തു.
ഖാല ഫഇന്നി അഖറൽതു റബ്ബി ഹൈതി, എൻ്റെ തോട്ടം, എൻ്റെ ഈത്തപ്പന തോട്ടം ഇതാ ഞാൻ അള്ളാഹുവിന് കടം നൽകിയിരിക്കുന്നു. വഹായിതുൻ ലഹു ഫീഹി 600 നഖ്ല, 600 ഈത്തപ്പനകളുള്ള ഒരു തോട്ടമാണത്. വ ഉമ്മുദ്ദഹ്ദാ ഫീഹി വഅയാലുഹാ, അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ഉമ്മുദ്ദഹ്ദാവും കുഞ്ഞുങ്ങളുമൊക്കെ ആ തോട്ടത്തിലാണ്. ആ തോട്ടമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകി റസൂലിനെ അത് ഏൽപ്പിക്കുന്നത്. ഫജാ അബൂദ്ദഹ്ദാ ഫനാദാഹാ, അങ്ങനെ പ്രവാചകൻ്റെ സന്നിധിയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് അബൂദ്ദഹ്ദാ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് ഉമ്മുദ്ദഹ്ദാഇനെ വിളിക്കുകയാണ്. യാ ഉമ്മദ്ദഹ്ദാ, ഉമ്മുദ്ദഹ്ദായെ എന്ന് വിളിച്ചു. ഖാലത്ത് ലബ്ബൈക്, അവർ പറഞ്ഞു ലബ്ബൈക്. വിളിക്കുമ്പോൾ ലബ്ബൈക് എന്ന് പറയാറുണ്ട് സാധാരണ. നമ്മൾ ഹാജർ എന്നൊക്കെ പറയില്ലേ, അനഹാദിർ എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു പ്രയോഗം. ഖാൽ, അപ്പം അദ്ദേഹം പറയാണ്, തൻ്റെ ഭാര്യയോട് പറയാം, ഉഖ്റുജി, നീ ആ സ്ഥലത്ത് നിന്ന് പുറത്ത് കിടക്കൂ, അങ്ങോട്ട് ഇങ്ങോട്ട് പുറത്തു വരൂ. ഫഖദ് അഖ്റൽതുഹു റബ്ബി അസ്സ വജൽ, ഞാൻ ആ തോട്ടം ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിന് കടം നൽകിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ആ കാലഘട്ടത്തിൽ അത്രമാത്രം വലിയ സമ്പത്ത്, 600 ഈത്തപ്പനകളുള്ള ഒരു തോട്ടമൊക്കെ നൽകാൻ ആ പാവപ്പെട്ടവരായ സ്വഹാബികളെ അവരുടെയൊക്കെ മനസ്സിലുള്ള മോഹം എന്താ? അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് കിട്ടണം, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണം. ആ ഒരു പരലോക ചിന്തയാണ് പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത. പക്ഷേ നമുക്കൊക്കെ ഇന്ന് എത്രമാത്രം വിശാലമാണ് നമ്മുടെ ജീവിതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മൾ മറ്റുള്ള ഉപയോഗിക്കുന്ന ഫോൺ, അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ. പക്ഷേ നമ്മൾ ദീനിൻ്റെ മാർഗത്തിൽ സമ്പത്ത്, ദാനധർമ്മങ്ങൾ ചെലവഴിക്കാൻ, നൽകാൻ മടുപ്പ്, ഒരു മടി, ഒരു പിശുക്ക് കാണിക്കുന്ന അവസ്ഥ അതുണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ചുരുക്കുകയാണ്, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ നമ്മൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കണം. നമ്മൾ അള്ളാഹുവിനോട് സൂക്ഷ്മതയുള്ള ഒരു ബോധം, ധർമ്മബോധം, തഖ്വ അതുണ്ടാവണം. പരിശുദ്ധ ഖുർആൻ അതൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ പ്രവാചക ഈസാ അലൈഹി ഇസ്ലാമയുടെ ഹവാരിയൂൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹായികളെക്കുറിച്ച് പറയുന്നു. എന്തിനാണ് അതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഈ നബിയുടെ ഉമ്മത്തിലും ദീനിനെ സഹായിക്കുന്നവരുണ്ടാകണം, ദീനിൻ്റെ കൽപ്പനകൾ പ്രാവർത്തിക്കുന്നവരുണ്ടാവണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അപ്പോൾ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ, അവനവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്ന് രക്ഷക്കുള്ള പോംവഴികൾ അല്ലാഹു നൽകും. അവന് പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ അല്ലാഹു അവന് ഉപജീവനം നൽകും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതല്ല വെറും ഭൗതിക നേട്ടങ്ങളായാലോ, വെറും ഭൗതിക നേട്ടങ്ങളും ലാഭങ്ങളും, എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് എപ്പോഴും നമ്മെ നയിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അതും ഖുർആനൊക്കെ പറയുന്നുണ്ട്. ഉഹുദിലെ പരാജയം അത് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അവിടെ ആ ആയത്തിൽ തന്നെ പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് കാണിച്ചു തന്നു, അഥവാ യുദ്ധത്തിലുള്ള വിജയം മുസ്ലിങ്ങൾ കാണിച്ചു കൊടുത്തു, വിജയിച്ചു എന്നുള്ള ആ ഒരു രംഗത്തി. പക്ഷേ അതിനുശേഷം വാസ്വൈത്തും നിങ്ങൾ എന്ത് ചെയ്തു? റബ്ബിനെതിര് കാണിച്ചു. അവർ ആ ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് അവർ പ്രവാചകൻ്റെ അനുവാദം കിട്ടാതെ അവരാ സമ്പത്ത് മോഹിച്ചുകൊണ്ടിറങ്ങി. അപ്പോൾ എന്തുകൊണ്ട്? യുരീദു ദുനിയ, ദുനിയാവ് മോഹിച്ചുകൊണ്ട്. അതാണ് പരലോകമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, ആ രൂപത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സ് നന്നായിക്കൊണ്ട് നമ്മുടെ ധർമ്മബോധമുള്ള ആളുകളായി മാറി നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.